Yes, morning. Magic morning. Okay, thank you. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഓൺ ചെയ്തിരിക്കണേ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ സെക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് വ്യാഴാഴ്ചയാണ്. നമുക്ക് മൈ സ്റ്റോറി ഡേ അല്ലെങ്കിൽ ബുക്ക് റിവ്യൂ ആണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ബുക്ക് റിവ്യൂ ഡേ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബുക്ക് റിവ്യൂ സെഷൻ എടുക്കുന്നത് നമ്മുടെ ബഷീർ സാറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ബി മാജിക്കിലെ സീനിയറിറ്റി പേഴ്സൺ ആയിട്ടുള്ള ബഷീർ സാറാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. സാറിൻ്റെ ഇന്നത്തെ ബുക്ക് റിവ്യൂ ആണ് ബയോഗ്രഫി ഓഫ് രത്തൻ ടാറ്റ ആണ്. അപ്പോൾ ഈ ഒരു ബയോഗ്രഫി സെഷൻ എടുക്കാൻ വേണ്ടിയാണ് ബഷീർ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ബഷീർ സർ, പ്ലീസ് വെൽക്കം സർ. Nice morning. Am I audible? Yes, sir. നമ്മൾ ബി മാജിക് പ്ലാറ്റ്ഫോം കൂടി പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പല വിവരങ്ങളും പല നോളജുകളും കിട്ടുന്നുണ്ട്. അതിന് ആദ്യമായിട്ട് ഇതിൻ്റെ ഫൗണ്ടേഴ്സാണ് സെയ്ഫ് സാറ്, മുസ്തഫ, ഹിദായ. ഇവരൊക്കെ ഇതിൻ്റെ ആരംഭകാലത്തെ ഫൗണ്ടേഴ്സാണ്. അവരാണ് ഇപ്പോൾ സെയ്ഫാണ് ആക്റ്റീവായിട്ട് ഇപ്പോഴും ഉള്ളത്. ബാക്കിയുള്ളവരുണ്ട്. അവർക്കൊക്കെ ഞാൻ ഈ വേദിക്ക് സമൂഹത്തിന് നൽകിയതിന് ആദ്യമായിട്ട് നന്ദി എൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം രത്തൻ ടാറ്റൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി. അപ്പൊ ഇന്നലെ വൈകുന്നേരമാണ് എനിക്കിത് പറയുന്നത്. പക്ഷെ എനിക്കപ്പം ഞാനത് ഒരാഴ്ച മുമ്പ് വായിച്ച് വെച്ച ഒരു പുസ്തകമാണ്. എന്നാ പിന്നെ ഞാൻ വായിച്ച ലേറ്റസ്റ്റ് ബുക്ക് അതായിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇത് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രി മിനിസ്റ്ററിൽ സെക്രട്ടറി ആയിട്ട് വിരമിച്ച ഒരു IAS ഉദ്യോഗസ്ഥനാണ് തോമസ് മാത്യു. അദ്ദേഹം രചിച്ചൊരു ബുക്കാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം ടാറ്റയുടെ കാലഘട്ടത്തിൽ തന്നെ അത് പബ്ലിഷ് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 2024 ടാറ്റ നമ്മളെ വിട്ടുപിരിഞ്ഞു. അതൊരു 100 പേജ് വലിപ്പമുള്ളൊരു ബൃഹത്തായൊരു പുസ്തകമാണ്. ഇതാണ് ആ സംഭവം. വായിച്ചു തീർക്കാൻ ഒരു 1.5 മാസം എടുത്തു കേട്ടോ. കാരണം 1000-700 പേജ് ഉണ്ട്. മോർ ദാൻ ഒരു 700 പേജ് ഉണ്ട്. എല്ലാ വെനസ്ഡേയും ബുക്ക് റിവ്യൂ. ഹലോ, അപ്പൊ 1930 ഡിസ്റ്റർബൻസ്. സുബ്രഹ്മണ്യൻ സർ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ. 1937 ബോംബെ ചോപ്പാട്ടി എന്ന സ്ഥലത്താണ് ഈ രത്തൻ ടാറ്റന്റെ ജനനം. 87 വർഷം നീണ്ടു നിന്ന ഒരു കാലഘട്ടം. ഈ ലോകത്ത് വിരലിൽ എണ്ണാവുന്ന ഇൻഡസ്ട്രിയലിസ്റ്റ്, ഇത്രയും മനുഷ്യസ്നേഹിയായ, പണമല്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം. പണം ഉണ്ടാക്കുന്നതിൽ വലിയൊരു മാനദണ്ഡം, അതായത് മാർഗം നന്നായിരിക്കണം എന്ന് വലിയൊരു വാശിയുള്ള മനുഷ്യനാണ്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ പോരാ. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞ മാതിരിയല്ല, മാർഗം ശരിയായിട്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അങ്ങനെ പൈസ ഉണ്ടാക്കിയ പൈസയിൽ 60% ചാരിറ്റിക്ക് മാത്രം ചെലവഴിക്കുന്ന. ടാറ്റ സൺസിന്റെ ടോട്ടൽ പ്രോഫിറ്റിന്റെ 60% ചാരിറ്റിക്കാണ്. അത്രയും ഇന്ത്യയിൽ കോടിക്കണക്കിന് ഉറുപ്പിയുടെ ചാരിറ്റി ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ടാറ്റ ഗ്രൂപ്പ്. വേറെ ആർക്കും അത് പറയാനേ പറ്റില്ല. ബാക്കിയുള്ള അവരെ ഇൻഡസ്ട്രി തന്നെ വലുതാക്കുക, അവരിങ്ങനെ കീഴടക്കുക എന്നല്ലാതെ സമൂഹത്തിന് ഇത്രയധികം. മറ്റുള്ളൊരു ചിക്കൻ തിന്നു കഴിഞ്ഞാൽ എല്ലെടുത്ത് താഴത്തേക്ക് ഇടുന്ന മാതിരിയുള്ള ചാരിറ്റിയാണ്. ഇതല്ല, ഇത് ചിക്കൻ്റെ 3/4 ഭാഗവും ചാരിറ്റിക്ക് ചെലവാക്കുക. അത്രയും ചാരിറ്റിക്ക് ചെലവാക്കുന്നൊരു വ്യക്തിത്വമാണ് ടാറ്റ ഗ്രൂപ്പ്. അത് JRD ടാറ്റ മുതൽ ചാരിറ്റി ഉണ്ടെങ്കിലും രത്തൻ ടാറ്റ ആണ് അത് അതിനൊരു ഓർഡറിലാക്കിയത്. ടാറ്റ ഗ്രൂപ്പിന്റെ വിത്തിട്ടത് ശരിക്കും JRD ടാറ്റന്റെ മുൻ തലമുറ ആണെങ്കിലും അത് ശരിക്കും അതിന്റെ ഓർഡറിൽ അതിനൊരു കോഡ് ഓഫ് കോണ്ടാക്ട് അങ്ങനെയുള്ള സംഭവങ്ങളും അതിനൊരു മിഷൻ ഒക്കെ ഉണ്ടാക്കിയത് രത്തൻ ടാറ്റ ആണ്. രത്തൻ ടാറ്റ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞത് ഇവിടെ ബോംബെയിൽ വെച്ചാണ്.
അതിനുശേഷം ഹയർ സ്റ്റഡീസിന് അമേരിക്കയിൽ പോയി. അവിടെ ഇദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഫാദർ നാവൽ ടാറ്റാണ്. നാവൽ ടാറ്റയും അമ്മ സോണു എന്നാണ് സ്ത്രീ. പക്ഷെ അവര് രത്തൻ ടാറ്റന്റെ ചെറുപ്പത്തിൽ തന്നെ ഡൈവേഴ്സ്ഡ് ആയി. അപ്പം ഫാമിലി ലൈഫിൽ മൂപ്പർക്ക് പിന്നെ മൂപ്പരെ മെയിൻ മെന്ററായത് അച്ഛൻ്റെ അമ്മാണ്. അവരൊരു നല്ല വിൽ പവറുള്ള നല്ല അവര് രത്തൻ ടാറ്റ പറഞ്ഞ അദ്ദേഹത്തിന്റെ എല്ലാ ക്യാരക്ടറിലെ ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്ത ആള് ഈ ലേഡി ടാറ്റാണ്. അവരാണ് ഇവരെ ഇന്നലെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള സാമൂഹ്യ സേവനം ബിസിനസ്സിനോടൊപ്പം തന്നെ കൊണ്ടു നടക്കണം എന്നുള്ള ഒരു പാഠം പഠിപ്പിച്ചത് ഈ ലേഡി ടാറ്റ. അങ്ങനെ അദ്ദേഹം അമേരിക്കയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇദ്ദേഹത്തിന്റെ അച്ഛന് താല്പര്യം. പക്ഷേ ടാറ്റയ്ക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിനോട് എന്താ അറിയില്ല, അദ്ദേഹം ആർക്കിടെക്ചറിലേക്കാണ് പോയത്. ആർക്കിടെക്ചറിൽ അങ്ങനെ നിൽക്കുക. ആർക്കിടെക്ചറിൽ അദ്ദേഹം അവിടെ നല്ലൊരു മാർക്കിൽ പാസ്സാവുകയും അവിടെ തന്നെയുള്ള അമേരിക്കയിലുള്ള നല്ലൊരു ഫേമിൽ ജോയിൻ ചെയ്യേണ്ട ഒരു ഘട്ടത്തിലാണ് 62 ഇന്ത്യ ചൈന യുദ്ധം വരുന്നത്. അപ്പം ഇവിടെയുള്ള കുടുംബങ്ങൾ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വിളിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ നല്ലൊരു ഗേൾ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ആ ഗേൾ ഫ്രണ്ടിനെ ഇന്ത്യയിലേക്ക് വരാൻ അന്നത്തെ കാലഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഇന്നത്തെ മാതിരിയല്ലല്ലോ. അപ്പോൾ ഇന്ത്യയിൽ എന്തോ വലിയൊരു സംഭവം, ഇന്ത്യ ചൈന യുദ്ധമാണ്, അവിടെ ഇതാണ്, അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ കണ്ടിട്ട് ആ സ്ത്രീ ഫാമിലി അവനെ വിട്ടില്ല. അത് കാരണമാണ് അത് ബ്രേക്കപ്പ് ആയത്. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലെത്തിയപ്പം പിന്നെ JRD അദ്ദേഹത്തിന് ജംഷഡ്പൂരിലുള്ള ടാറ്റാ സ്റ്റീലിലേക്ക് ഒരു അപ്രന്റീസ് ആയിട്ട്, അങ്ങനെയാണ് അദ്ദേഹം ടാറ്റ ഗ്രൂപ്പ് കയറുന്നത്. ആ അപ്രന്റീസ് വർക്ക് കുറച്ചു കാലം കൊണ്ട് നടന്ന് പിന്നീട് ടാറ്റ ഗ്രൂപ്പിൽ അദ്ദേഹം വരുന്ന അന്ന് നമുക്ക് റേഡിയോ ഉണ്ട്, നെൽക്കോ. ഇതിൽ പഴയ ആൾക്കാർക്ക് അറിയും, നെൽക്കോ ബ്രാൻഡ് ടാറ്റന്റെ ഒരു റേഡിയോ ആണ് അത്. പക്ഷെ അത് വലിയ സക്സസ് ആയില്ല. അതെല്ലാം പാടെ ഫെയിലിയർ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ സാധനമാണ് JRD ടാറ്റ രത്തൻ ടാറ്റനെ ഏൽപ്പിക്കുന്നത്. അപ്പം തന്നെ ആൾക്കാർ അതായത് ഒളിഞ്ഞു കിടക്കുന്ന കമ്പനിയിലേക്കാണ് ഇയാളെ പിടിച്ചിട്ടുണ്ട്. അപ്പം പക്ഷെ ടാറ്റ അത് ചാലഞ്ച് ആയിട്ട്, രത്തൻ ടാറ്റ അത് ചാലഞ്ച് ആയിട്ട് എടുത്തിട്ട് ആ സ്ഥാപനത്തിന് നല്ലൊരു ലാഭത്തിലേക്ക് എത്തിക്കുന്നു. അസാധ്യം മോശമില്ലാത്ത ലാഭത്തിൽ, ഇതുവരെ ലോസ് പോയ ഒരു കമ്പനീനെ ലാഭത്തിലെത്തിച്ച് പിന്നീട് ടാറ്റ ഒരു ആ ചെറുപ്രായത്തിൽ തന്നെ ഇയാൾക്കൊരു വിഷൻ, ഒരു ഇതുള്ള ആളാണെന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കുക. അന്നത്തെ താപ്പാന്മാരുണ്ട്, മുസ്ലിം വാടിയ, മറ്റേ സോണി സൊറാബ്ജി, പൽക്കിവാല, ഇവർക്കാണ് വലിയ വലിയ അന്നത്തെ എണ്ണം പറഞ്ഞ ആൾക്കാരാണ് ടാറ്റന്റെ ബോർഡ് ഡയറക്ടേഴ്സ്. അപ്പൊ ഇവരുടെ ഇടയിൽ ഈ ചെറിയ ചെക്കൻ പിടിച്ചു നിൽക്കാൻ ഈ നെൽക്കോ ഒരു വലിയ കാരണമായി. കാരണം അല്ലെങ്കിൽ ഇയാള് അങ്ങനെ തന്നെ ഒരു ഇതായി പോവായിരുന്നു. അങ്ങനെ പിന്നീട് ചരിത്രമാണ്. ടാറ്റന്റെ എല്ലാ കമ്പനിയിലും ഈ ഓരോന്നായിട്ട് ടെൽക്കോയില് വന്ന്, ടെൽക്കോന്നും ടാറ്റ ടീ, പിന്നെ ടാറ്റ കെമിക്കൽസ്, സ്റ്റീല്, എല്ലാ കമ്പനീൻ്റെ MD ആയി. ലാസ്റ്റില് അദ്ദേഹം ടാറ്റന്റെ ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. JRD ടാറ്റയ്ക്ക് ശേഷം അദ്ദേഹമാണ് പിന്നെ ഈ ഗ്രൂപ്പിന്റെ ചെയർമാനായി മാറുന്നത്. ആ ചെയർമാനായി മാറുന്നതിന്റെ മുമ്പത്തെ കൊല്ലാണ് ടാറ്റ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ലേബർ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയത് ടാറ്റാണ്. 8 hour ഡ്യൂട്ടി. ഇതൊക്കെ പിന്നീട് നിയമമായി വന്നത് ടാറ്റ വ്യക്തിയുടെ ശേഷം ഗവൺമെന്റ് നിയമാക്കിയ ലേബർ ഫ്രണ്ട്ലി, ഇൻഷുറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റാഫിന് സാധനങ്ങൾ, കൺസ്യൂമർ ഐറ്റംസ് ഒരു റിഡക്ഷൻ റേറ്റിന് കൊടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും. സ്റ്റുഡൻസ്, അവരെ സ്റ്റാഫിൻ്റെ സ്റ്റുഡൻസ് സ്കോളർഷിപ്പ്, എഡ്യൂക്കേഷൻ ഹെൽപ്പ്, പല ഈ എംപ്ലോയീസിനെ എങ്ങനെ കംഫർട്ടാക്കുക എന്നതാണ് മുപ്പരെപ്പോഴും. കമ്പനിക്ക് ലാഭമല്ല, കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിലും അതിനൊരു ഭാഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, സൊസൈറ്റിക്ക്, ഏത് പ്രദേശത്താണ് ഒരു സ്ഥാപനം ഉണ്ടാക്കി
ഇപ്പൊ കെനിയയിലാണ് ഈ ടാറ്റന്റെ ഒരു കമ്പനി എങ്കിൽ കെനിയന്റെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങൾ എന്തെല്ലാം അവർക്ക് എന്താണ് ആ പ്രദേശത്തിന് എന്തെല്ലാം വേണ്ടത് അത് അവിടെ നിന്ന് ഉണ്ടാകുന്ന ലാഭത്തിൽ നിന്ന് അത് അവിടേക്ക് ഇത്ര പെർസെൻറ്റേജ് അവിടുത്തെ ഡെവലപ്മെന്റ് സ്കൂളായിട്ടും വെള്ളത്തിന്റെ സൗകര്യങ്ങള് ഹെൽത്ത് ക്ലിനിക്ക് ഇതൊക്കെ ആ പ്രദേശത്ത് അത് എവിടെയായാലും ചെയ്തു കൊടുക്കുക എന്നതാണ് ടാറ്റ ഗ്രൂപ്പിന്റെ വിഷയം. ടാറ്റ ഗ്രൂപ്പാണ് ആദ്യമായിട്ട് ഒരു ടാറ്റ കോഡ് ഓഫ് കോണ്ടാക്ട് എന്നാണ് സംഭവം ഉണ്ട്. അതായത് എബവ് ഒരു കാര്യവും അവർ വിത്തൗട്ട് ചെയ്യില്ല. അതായത് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാലോ, ഒരു പ്രോജക്റ്റിന് നടക്കണം, അതിന്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പൈസ ടേബിളിന്റെ അടിയിൽ കൂടെ കൊടുത്താലേ ശരിയാവുള്ളൂ. പക്ഷെ ടാറ്റ ഗ്രൂപ്പ് കമ്പൽസറിയാണ്, അത് ചെയ്യൂല. അവര് അതിന് എത്ര ലാഭം വന്നാലും കുഴപ്പമില്ല, അവര് നഷ്ടം വന്നാലും അവർക്ക് പ്രശ്നമില്ല. കാരണം അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇതിൽ പറയുന്നത്, ജംഷഡ്പൂരില് ഒരു മൈന്, ഒരു കൽക്കരിക്കും മൈന് ലീസിന് ഗവൺമെന്റിൽ നിന്ന് ഏറ്റെടുത്ത 5 കൊല്ലത്തേക്ക്, അടുത്ത 5 കൊല്ലത്തേക്ക് അത് ലീസ് എക്സ്പയർ ചെയ്ത് അടുത്ത 5 കൊല്ലത്തേക്ക് വീണ്ടും കിട്ടണം. അപ്പൊ അത് അന്വേഷിച്ചപ്പം അതിനുള്ള പ്രോസസ്സ് ലേറ്റായി. അപ്പൊ ലേറ്റായപ്പോൾ അന്വേഷിച്ചപ്പം പറഞ്ഞ് അന്നത്തെ ഗവൺമെന്റ് ഒരു 4 കോടി അവർ പാർട്ടി ഫണ്ടിലേക്ക് എന്തോ ആവശ്യപ്പെട്ടു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ MD പറഞ്ഞു, ഞങ്ങളെ ഗ്രൂപ്പിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വിത്തൗട്ടുള്ള പരിപാടിയില്ല, നമുക്ക് ഇങ്ങനെ ഈ ലെവലിലെ പോവുള്ളൂ. ഇനി അഥവാ വല്ല ലാഭം ഉണ്ടായത് അത് പ്രദേശത്ത് നമ്മൾ ചെലവാക്കും, അല്ലാതെ ഇങ്ങനെ ഒരു വ്യക്തികൾക്കോ പാർട്ടികൾക്കോ ഗവൺമെന്റിനോ അങ്ങനെ കൈക്കൂലി കൊടുത്തിട്ട്. അപ്പൊ ഇയാൾ പറഞ്ഞ്, അന്നത്തെ മിനിസ്റ്റർ പറഞ്ഞു, അത് നിങ്ങൾ MD എന്നുള്ള നിലയിലല്ലേ പറയുന്നത്, നിങ്ങൾ ചെയർമാനെ നേരിട്ട് വിളിച്ചിട്ട് സംഭവം പറയും. അങ്ങനെ ഈ ആള് എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന് വേണ്ടി റൂസി മോഡി അങ്ങനെ എന്തോ ആണ്, അയാൾ നേരെ ചെയർമാനെ വിളിച്ചപ്പോൾ ചെയർമാൻ രത്തൻ ടാറ്റ പറഞ്ഞു, ഈ വക ചെറിയ വിഷയത്തിന് എന്റെ ടൈമുകൾ എന്തിനാ വേസ്റ്റ് ആക്കണേ, നമ്മളെ പോളിസി നിങ്ങൾക്ക് അറിയാലോ. അത്രയ്ക്കും ആ പ്രോജക്റ്റിൽ ഇവർക്ക് ഈ ഓട്ടോബയോഗ്രഫർ പറയുന്നത്, മൈന് നീട്ടി കിട്ടിയെങ്കിൽ പകുതിയാക്കിയിട്ടാണ് കിട്ടിയത്, ബാക്കി പകുതി കൊടുത്തില്ല. അപ്പൊ അതിൽ അന്ന് ടാറ്റ ഗ്രൂപ്പിന് 1000 കോടിന്റെ അടുത്ത് നഷ്ടമാണ്. പക്ഷെ എന്നാലും എത്തിക്സ് വിട്ട് കളിക്കില്ല. എന്നാണ് നഷ്ടം പോയിന്നോട്ടെ, അങ്ങനെ നമ്മളെ പോളിസി വിഷൻ അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, വിത്തൗട്ട് പൈസ കൊടുക്കുന്ന ഒരു പണിയില്ല. അതേമാതിരി ടാറ്റക്ക് കൊണ്ട് ആസാമിലാണ് ടാറ്റന്റെ ടീ ഗാർഡൻസ്. അപ്പൊ അന്ന് ആസാമിൽ ഉൽഫ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു, അവിടുത്തെ ഒരു രാഷ്ട്രീയ സംഘടനയാണ്. അവർക്ക് കുറച്ച് തീവ്രമാണ്. അവരെന്താ ചെയ്യുക, ഓരോ സ്റ്റെർലിംഗ് ടീ ഉണ്ട്, പല ടീ ഉണ്ടല്ലോ അവിടെ. അപ്പൊ ഇതിന്റെ മെയിൻ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ റാൻസം ചോദിക്കുക, 40 കോടി 15 കോടി 10 കോടി ഇങ്ങനെ ചോദിച്ചിട്ട്. പക്ഷെ ടാറ്റ പറഞ്ഞ 5 പൈസ തരൂല, നമ്മൾ ഇവിടെ ഉള്ള പൈസ, നമ്മൾ ആ പൈസ ഈ പ്രദേശത്ത് ആസാമിന്റെ ചുറ്റുവട്ടം, നമ്മളെ തേയിലത്തോട്ടത്തിന്റെ ചുറ്റുവട്ടം ഹെൽത്ത് ക്ലിനിക്ക്, ഹോസ്പിറ്റല്, സ്കൂള് അങ്ങനെയുള്ള ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾക്ക് പൈസ തരുന്ന പ്രശ്നമല്ല, നമ്മൾ ഈ നാടിന് വേണ്ടി എന്താ ചെയ്യുക. അങ്ങനെ ഇതുവരെയൊക്കെ ഇത് കംപ്ലീറ്റ് ടാറ്റന്റെ ലാഭം ഈ പ്രദേശത്തിന് ചെലവഴിച്ചപ്പോൾ പബ്ലിക് സപ്പോർട്ട് ടാറ്റയ്ക്ക് അനുകൂലമായി. അപ്പൊ ടാറ്റന്റെ ജോലിക്കാരനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ധൈര്യം ഉൽഫക്ക് ഉണ്ടായില്ല. കാരണം ഉൽഫക്കും പബ്ലിക് സപ്പോർട്ട് നഷ്ടപ്പെട്ടു പോവാണ്. അത്രയ്ക്കും അവർ ആ വക കാര്യത്തിൽ വളരെ കണ്ണിങ് ആയിരുന്നു. അതേമാതിരി ടെൽക്കോ എന്ന സ്ഥാപനം പൂനെയില്, ടാറ്റന്റെ ബസ് ലോറിയൊക്കെ ഇറങ്ങുന്നത്, അവിടെ ഒരു ട്രേഡ് യൂണിയൻ ഹറാസ്മെന്റ് വന്നിരുന്നു. അതായത് അന്ന് ട്രേഡ് യൂണിയനൊക്കെ ഈ കാലഘട്ടത്തിൽ ഭയങ്കര 75, 80 അന്ന് ബോംബെയിൽ ദത്താ സാമന്ത് എന്ന് പറഞ്ഞ ഒരാളുടെ, അയാൾ ബോംബെയിലെ മിൽ യൂണിയന്റെ നേതാവായിരുന്നു. മില്ല് ഏകദേശം പൊളിച്ചിട്ട് കൈ കൊടുത്ത് മൂപ്പരാന്ന് ഇപ്പോഴും പറയും. അന്ന് ഫിനിക്സ് മില്ല്, പിന്നെ ബോംബെ ഡൈങ്, അങ്ങനെയുള്ള വലിയ വലിയ കമ്പനിന്റെ മില്ലുകളൊക്കെ ഇങ്ങനെ തൊഴിലാളി പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ അവര് മദ്യം പൂട്ടിപ്പോയി. അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജോർജ് ഫെർണാണ്ടസിന്റെ റെയിൽവേ സമരം ഒക്കെ ഭയങ്കര, റെയിൽവേ ടാക്സി യൂണിയന്റെ നേതാവ് തന്നെ ജോർജ് ഫെർണാണ്ടസ്. ടാക്സിയൊക്കെ അയാൾ പറഞ്ഞാൽ 8 ദിവസം ഓടേണ്ട തന്നെ ഓടില്ല.
അങ്ങനത്തെ ഒരു ഭയങ്കര ഹരാസ്മെന്റ് ഉണ്ടായിരുന്ന ഒരു ലേബറിന്റെ ഭാഗത്തുനിന്ന് ന്യായമായിട്ടോ അന്യായമായിട്ടോ എന്തായാലും അത് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ടെൽക്കോയിൽ ഒരു നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് ടെൽക്കോ യൂണിയന്റെ നേതാവ്. മൂപ്പര് പക്ഷെ മാനേജ്മെന്റിന്റെ ഡിസിപ്ലിനെതിരായിട്ട് മൂപ്പര് എന്തോ പ്രവർത്തിച്ചപ്പോൾ മാനേജ്മെന്റ് സ്വാഭാവികമായിട്ട് മൂപ്പരെ സസ്പെൻഡ് ചെയ്തു. അപ്പം പിന്നെ യൂണിയന്റെ എന്ത് തൊഴിലാളി പ്രശ്നത്തിനും സംസാരിക്കാൻ ഈ ടാറ്റ പറഞ്ഞ് നമ്മുടെ എംപ്ലോയി അല്ലാത്ത ആളെ ഞാൻ കൺസലേഷൻ ടോണിക്കിൽ കൂട്ടില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അയാൾ. അത്ര സോഫ്റ്റ് ആണ്, അത്ര സ്ട്രിക്റ്റ് ആണെന്ന് തെളിയിച്ചൊരു ആളാണ് രത്തൻ ടാറ്റ. ആ 8 മാസം ടെൽക്കോ കമ്പനി ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നെറ്റിപ്പോയി ആ വിഷയത്തിൽ. കാരണം അവർക്കും ഇതാണല്ലോ തൊഴിലാളി പ്രശ്നം, ഇങ്ങനെ ഇതിനൊക്കെയാണ് അവർക്കും എന്തെങ്കിലും മുതലെടുക്കാം. ആ സംഭവം അവസാനം ഇയാൾ കീഴടങ്ങി വേറെ ലീഡർ നമ്മളെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ യൂണിയൻ നേതാവായിട്ട് നിൽക്കുക. നമ്മൾ പുറത്താക്കിയ ആള് സംസാരിക്കാനേ വരാൻ പാടില്ല ടേബിളിൽ. ആ ആറ്റിറ്റ്യൂഡ് എടുത്ത് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു. പിന്നെ തൊഴിലാളികളും 90% ഈ മാനേജ്മെന്റിന് അനുകൂലമാണ്. ടാറ്റ ഗ്രൂപ്പ് കയറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് വലിയ പ്രശ്നമില്ല ലൈഫിൽ. ആ കാര്യങ്ങളൊക്കെ നമ്മളെ ഫ്യൂച്ചർ സെക്യൂർഡ് ആണ്. എല്ലാ ആനുകൂല്യവും, വിദ്യാഭ്യാസം, കുട്ടികളെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതൊക്കെ സെക്യൂർഡ് ആകുമ്പോൾ പിന്നെ നമുക്ക് സ്ഥാപനത്തിനോടുള്ള കൂറ് കൂടുമല്ലോ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ 26/11 ബോംബെ അറ്റാക്ക്, താജ് ഹോട്ടലിൽ. ശരിക്കും ആ അറ്റാക്ക് ഉണ്ടായിരുന്ന രാത്രി 9:30. കുറെ ആൾക്കാർ ഡ്യൂട്ടി കഴിഞ്ഞ് പോയതാണ്. അതിൻ്റെ ഉള്ളിൽ പെട്ട അതിഥികളും ഈ സ്റ്റാഫും മാത്രമാണ്. 10-30 ഫ്ലോറുള്ള ബിൽഡിംഗ് അല്ലേ. എന്നിട്ടും പുറത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് പോയ തൊഴിലാളികൾ കംപ്ലീറ്റ് മടങ്ങിയെത്തി ഇത് കേട്ടിട്ട്. അതായത് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ മരിക്കോ ജീവിക്കോ എന്ന് പറയാൻ പറ്റില്ല. ഇവന് എല്ലാ ഭാഗത്തും കണ്ണും മൂക്കും ഇല്ലാതെ തോക്കിയിട്ട് നടക്കുകയാണ്. പക്ഷെ ഈ തൊഴിലാളികൾ കംപ്ലീറ്റ് പുറത്തു പോയ സ്റ്റാഫ് കംപ്ലീറ്റ് ഉള്ളിൽ കയറിയിട്ട് മാക്സിമം അവര് ഗസ്റ്റിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും എടുത്ത്. അത് സ്ഥാപനത്തിനോടുള്ള കൂറാണ് ശരിക്കും. കാരണം അത്രയും നമ്മളെ സ്ഥാപനത്തിന്റെ ഒരു ഗസ്റ്റ്, ഒരു ഹോട്ടലിൽ ഒരു ഗസ്റ്റ് ആണല്ലോ, അതിഥി ദേവോ ഭവാണ്. അപ്പോൾ ഒരു ഗസ്റ്റ് ആണല്ലോ ഏറ്റവും വലിയ. ആ ഗസ്റ്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് വിചാരിച്ചിട്ട് ഈ സ്റ്റാഫ് കംപ്ലീറ്റ് ലീവിൽ പോയവരും ഡ്യൂട്ടി കഴിഞ്ഞ് പോയവരൊക്കെ തിരിച്ചു വന്നവർ. ഒരാള് തിരിച്ചു വരാത്തവരില്ല എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അത് എന്താ വെച്ചാൽ ആ സ്ഥാപനത്തിലെ വർക്ക് കൾച്ചർ, മാനേജ്മെന്റിലുള്ള തൊഴിലാളികളുടെ കോൺഫിഡൻസ്, ഇതൊക്കെ വളർത്തിയെടുത്ത് ഈ രത്തൻ ടാറ്റാണ്. അതിനുള്ള മെച്ചം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അത് താജ് ഹോട്ടൽ രണ്ടാമത് റിനോവേഷനിൽ ഒരു കൊല്ലത്തിന്റെ അടുത്തെടുത്ത്. ഈ ഒരു കൊല്ലം കംപ്ലീറ്റ് സ്റ്റാഫിന് ശമ്പളം കൊടുത്തു. മരിച്ചവർക്ക് അവരെ റിട്ടയർമെന്റ് പീരീഡ് വരെയുള്ള ഫുൾ ശമ്പളം കൊടുത്തേക്കുന്നു. മരിച്ച കുറച്ച് സ്റ്റാഫ് ഉണ്ട്, അവരെ കുട്ടികളെ വിദ്യാഭ്യാസം വരെ ഏറ്റെടുത്ത്. ഒരു മെമ്പർ പോയി എന്നൊരു നഷ്ടം ആ ഫാമിലിക്ക് ഉണ്ടായിട്ടുള്ളൂ. ബാക്കി സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും. അതിൽ 2-3 പെണ്ണുങ്ങള് ഭാര്യമാരെ അനുഭവങ്ങൾ ഈ ഓട്ടോബയോഗ്രഫി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ശരിക്ക് അത്രയും ഡീപ്പായിട്ട് വിഷയത്തിലേക്ക് കയറിയിട്ട്, അതായത് ഒരു മരിച്ച ഒരാളെ പറ്റിയിട്ട് അയാളെ ഭാര്യനോട് പറഞ്ഞ് ഈസ് എ ഗോൾഡൻ എംപ്ലോയി എന്നാ രത്തൻ ടാറ്റ നേരിട്ട് പറയാൻ. ഫാമിലിനെ ടാറ്റ അത്രയും 100 കമ്പനിന്റെ ചെയർമാൻ, ഓരോ സെക്കൻഡിന് കോടികളുടെ വിലയുള്ള ആള് ഫാമിലിനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഫാമിലിന്റെ ഇങ്ങോട്ട് വാങ്ങിക്കുക. എന്നിട്ട് പറയാ ഈസ് അവർ ഗോൾഡൻ എംപ്ലോയി എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയാണ്, എൻ്റെ ഭർത്താവ് എനിക്ക് വലിയതാണെങ്കിലും അദ്ദേഹം ഇങ്ങനെയുള്ള സ്ഥാപനത്തിന് വേണ്ടിയാണല്ലോ മരിച്ചതെന്നുള്ളതിൽ എനിക്കിപ്പോൾ അഭിമാനമാണെന്ന്. അത്രയും ഒരു കൃത്യമായിട്ട് മാനേജ്മെന്റ് വെറും പ്രോഫിറ്റ് ഓറിയന്റഡ് കമ്പനി അല്ല. പിന്നെ ഇന്ത്യന്റെ ഇൻഡസ്ട്രിയൽ മാപ്പിൽ ലോകത്തിന് തന്നെ വലിയൊരു
സംഭാവന ലോകത്തിലെ വലിയ വലിയ കമ്പനി കോറസ് സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞ കമ്പനി, കോറസ് സ്റ്റീല്, ജാഗർ, ലാൻഡ് റോവർ, ടെക്ലിറ്റി, ഇങ്ങനെ കുറെ കമ്പനികൾ, ഇന്റർനാഷണൽ ഫേമസ് അമേരിക്കയിലെ കമ്പനി, UK കമ്പനിയൊക്കെ കൂളായിട്ട് മൂപ്പരെ വാങ്ങിച്ചില്ലേ. ഈ ജാഗറൊക്കെ വാങ്ങിയ ഫോർഡ് കമ്പനിയോട് അത് വലിയ രസമുള്ള ഒരു കഥ ഉണ്ട് അതിന്റെ പിന്നിൽ. കാരണം ടാറ്റ ഇൻഡിക്ക ഉണ്ടാക്കിയിട്ട് ഫെയിലിയർ ആയിട്ട് നിൽക്കുക, പാസഞ്ചർ കാറിൽ ഫെയിലിയർ ആയിട്ട് നിൽക്കുമ്പോൾ ആ സംഭവം, ആ പ്ലാന്റ് ഒന്ന് ഒഴിവാക്കാന്നുള്ളൊരു മൂഡ് വന്നപ്പോൾ മൂപ്പര് ടാറ്റ പോയിട്ട് ഈ ഫോർഡിന്റെ മുതലാളിനെ കാണുമ്പോൾ അയാൾ എടുത്താൻ വയ്ക്കിച്ച് എന്തിനാണ് അവനാനെ കൊണ്ട് കഴിയാത്ത പണിക്ക് നിൽക്കുന്ന ചോദിച്ചിട്ട്. ആ ഫോർഡ് കമ്പനി ജാഗർ ഏറ്റെടുത്തിട്ട് രക്ഷപ്പെടുത്തി. പിന്നെ ഫോർഡ് കമ്പനിന്റെ മുതലാളി പറഞ്ഞ് ജാഗർ അവരെ ഏറ്റെടുത്തോണ്ട് നമ്മൾ രക്ഷപ്പെട്ട് അവര് നന്നായി. അല്ല, ജാഗർ അവർക്ക് വളരെ ലോസ് മേക്കിംഗ് കമ്പനിയായിരുന്നു. പക്ഷെ ടാറ്റ അതിനെ പിടിച്ചിട്ട്, എന്നിട്ട് ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറൊക്കെ എവിടെ എത്തി? 90 രൂപ 70 ഷെയർ 1000 എത്തിച്ച് ഈ ജാഗർ ലാൻഡ് റോവറാണ്. കാരണം അത് ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. ഇന്ത്യയിൽ വലിയ മാർക്കറ്റ് അല്ല, പുറത്ത് നല്ല മാർക്കറ്റ് കിട്ടി, ചൈനയിലൊക്കെ നല്ല മാർക്കറ്റ് ആയപ്പോൾ അതിനുള്ള നല്ല എന്തും നേരിടാൻ ധൈര്യമുള്ള ഒരു മനുഷ്യനാണ് മൊത്തം. പിന്നെ പോളിസി നല്ല ഒരു സംഭവം, പോളിസി വിട്ടിട്ട് എത്തിക്സ് വിട്ടിട്ട് കളിക്കില്ല. ഈ സ്റ്റാഫിന്റെ എംപ്ലോയീസിനൊക്കെ ഈ താജ് ഹോട്ടലിലെ എംപ്ലോയീസിന് 35 to 85 lakhs ഇമ്മീഡിയറ്റ് മരിച്ചവർക്ക് കൊടുത്തിരിക്കണത്ര, ഓരോ ഗ്രേഡ് അനുസരിച്ചിട്ട്. അത്രയും കാരണം 3 ദിവസം, ഈ 3 ദിവസമാണ് താജ് ഹോട്ടൽ പിടിച്ചിട്ട് 3 ദിവസം ഈ മനുഷ്യൻ അവിടെ അതിന്റെ റോഡുമേല് ഫുട്പാത്തിൽ നിന്നിക്കണെന്ന് രാവിലെ മുതൽ അവിടെ നിൽക്കത്രേ. കാരണം അകത്തേക്ക് കയറ്റാൻ സെക്യൂരിറ്റി സമ്മതിക്കില്ല. കാരണം ഇയാളായിട്ട് എന്തെങ്കിലും ചെയ്തു പോയിക്കുകയാണെങ്കിൽ പിടിച്ചു പോയാൽ ഇന്ത്യക്ക് അത്രയും വലിയൊരു കമ്പനീൻ്റെ ഇതല്ലേ. പക്ഷെ മൂപ്പര് വീട്ടിലിരിക്കാതെ ഇവിടെ വന്നിരിക്കും, ഇവിടെ വന്നു. ശരിക്കും മൂപ്പർക്ക് വീട്ടിലിരുന്ന് മാനേജ് ചെയ്യാനുള്ളൂ. പക്ഷെ ഓൺ ദ സ്പോട്ട് അവിടെ തന്നെ വന്നിരുന്നിട്ട് കൈകാര്യം ചെയ്യും. എന്നാൽ അദ്ദേഹത്തിന് പറ്റിയ പിഴവ്, അദ്ദേഹത്തെ പിന്നിലൊരാളെ തെരഞ്ഞെടുത്ത് സൈറസ് മിസ്ട്രി അവരെ ഗ്രൂപ്പിൽ തന്നെ ഒരാളെ ചെയർമാനായിട്ട് എടുത്തെങ്കിലും അത് അയാൾ എത്തിക്സ് കീപ്പ് ചെയ്യാത്തതിൻ്റെ ഒറ്റ വിഷമം കൊണ്ടാണ് അദ്ദേഹം അയാളെ പിടിച്ച് പുറത്താക്കേണ്ടി വന്നത്. കാരണം ഒരു ഡൊക്കോമോ എന്ന് പറഞ്ഞ കമ്പനി ടാറ്റ ഉണ്ടാക്കിയിരുന്നു, ടാറ്റ ഡൊക്കോമോ. അത് ഒരു ജപ്പാനിലെ കമ്പനി ആയിട്ട് കൊളാബറേഷൻ. പക്ഷെ അത് ഇവിടെ ഫെയിലിയർ ആയെങ്കിലും ജപ്പാൻ കമ്പനിക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരം ഇയാൾ ഇങ്ങനെ പിടിച്ചു ചെയ്യാൻ. അപ്പോൾ അത് ടാറ്റനെ സംബന്ധിച്ചിടത്തോളം വാക്കാണ്. നഷ്ടം വന്നാലും ലാഭം വന്നാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ആ ഒരൊറ്റ വിഷയത്തിലാണ് സൈറസ് മിസ്ട്രിന്ന് ഇയാൾ പറഞ്ഞ ഇങ്ങനത്തെ ഒരാൾക്ക് ടാറ്റ ഗ്രൂപ്പിന് ചെയർമാനാകാൻ പറ്റില്ല. ടാറ്റയ്ക്ക് നഷ്ടം വന്നേക്കാം, എന്തെങ്കിലും എഗ്രിമെന്റിൽ എന്തെങ്കിലും ലൂപ്പോള് കണ്ടിട്ട് മറ്റുള്ള നമ്മളെ ടാറ്റ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയൊന്നും കിട്ടിയില്ല. അതിപ്പോ ഇന്ത്യക്ക് ഒരേ നഷ്ടം, ഇത് ചിറ്റപ്പേരുണ്ടാക്കണം, ടാറ്റ ഗ്രൂപ്പ് മാത്രമല്ല. അപ്പൊ ആ ഒരൊറ്റ കാരണത്താലാണ് ഈ സൈറസ് മിസ്ട്രിനെ പിടിച്ച് പുറത്താക്കി. പിന്നെ ഇത്രയും വലിയ കോടീശ്വരനാണെങ്കിലും മിനിമലിസത്തിന്റെ ഏറ്റവും വലിയൊരു ഇതാ. കാരണം ചെയർമാൻ ആകുന്നവരെ ഇദ്ദേഹം താമസിച്ചൊരു 3 bed ഫ്ലാറ്റിലാണ്. ചെയർമാൻ കഴിഞ്ഞ് റിട്ടയർഡ് ആയപ്പോഴാണ് ഇയാൾക്ക് ഇതിൻ്റെ അടുത്തൊരു 5 bed വീടുണ്ടാക്കിയത്. ടാറ്റാ സൺസ് ഒരു വീടുണ്ടാക്കി വെച്ച്. കാരണം നമുക്കൊക്കെ അറിയാലോ ഇവിടത്തൊക്കെ സ്ഥിതി. നമ്മളെ നാട്ടില് ഒരു 5 കോടി ആസ്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് 2 കോടിന്റെ പോരടിക്കുന്നു. ഇയാള് ലൈഫ് ഡ്രസ്സുകളും ഒക്കെ അങ്ങനെ ഒക്കേഷണൽ ആയിട്ടുള്ള ഇയാളെ സൂട്ട് കോട്ട് ഒക്കെ അത്രയും അങ്ങനത്തെ ഫംഗ്ഷനിലെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ സാധാരണ ചെക്ക് ഷർട്ട് ഇടുക. പിന്നെ ലൈഫിലും ഭക്ഷണവും വക കാര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡാണ്. അപ്പോൾ ആകെയുള്ള വീക്ക്നെസ് നായയാണ്. മുപ്പത് 2 നായകളുണ്ട്, ടിറ്റോ ബ്രിട്ടോ. അഥവാ ടിറ്റോ ആണ് മുപ്പത് കൂടുതൽ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നത്. ടിറ്റോന്റെ 3ാമത്തെ ഒരു ടിറ്റോ മരിച്ച പിന്നെ വേറൊന്ന്. അങ്ങനെ നായിന് മുപ്പത് ഏറ്റവും വലിയ ടെൻഷൻ, കമ്പനിയിലൊക്കെ ടെൻഷൻ വരികയാണ് മുപ്പത്. ആ നായിന് പോയിട്ട് ജുഹു ബീച്ചിൽ കൂടെ 4 റൗണ്ട് നടന്നു വന്നാൽ ഈ ഫ്രഷ് ആയിന്നാ പറയാ.
അതായത് ഇന്ത്യയിൽ ഇത്രയും നല്ലൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ല. ബാക്കി ആൾക്കാരൊക്കെ വന്ന് പോയിട്ടുണ്ടാവും, പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ അവരൊന്നും ഇങ്ങനെ മനുഷ്യസ്നേഹിയായിരുന്നില്ല. ജീവിതത്തിൽ ഇത്രയധികം മനുഷ്യസ്നേഹം ജീവിത മരണം വരെ പാലിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ടാണ്. കാരണം നമുക്ക് ധൈര്യത്തിൽ ഓരോ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കില്ല, മാനേജ്മെന്റ് പറ്റിക്കില്ല. അതർവൈസ് അല്ലാതെ ബിസിനസ് ലോസ് അല്ലാതെ മാനേജ്മെന്റ് അത്ര സ്ട്രിക്റ്റ് ആണ് ക്വാളിറ്റി വൈസ്. ഇപ്പൊ ഇപ്പൊ ഒരു സൗത്ത് ഇന്ത്യൻ ആണ് എൽ സുബ്രഹ്മണ്യം അങ്ങനെ പറഞ്ഞു. അയാളാണ് ഇപ്പോഴത്തെ ചെയർമാൻ. അയാൾ അതിനെക്കാട്ടി നല്ലൊരു മനുഷ്യനാണ്. ഒരു മൂന്നാൾക്കാർ ഇന്ത്യയിലെ 3 കമ്പനിന്റെ ചെയർമാനും CEO ഒക്കെയാണ്. ഒരു തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലെ ഒരു അധ്യാപകന്റെ മക്കളാണ്. ഇതാണ് ഇപ്പൊ ഏകദേശം ശരി. ഇതൊരു വലിയ കുറേ സംഭവം ഉണ്ട് കേട്ടോ പറയാൻ. പക്ഷെ എനിക്ക് സമയം പരിധി 6:15 ടൈമായി. അപ്പം ഈ ടാറ്റനെ പറ്റി എനിക്ക് കിട്ടിയ ഒരു അത്യാവശ്യ അറിവ് ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഞങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. സോ താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് ഒക്കേഷൻ. എനിക്ക് സംസാരിക്കാൻ ഈ അവസരം കിട്ടിയതിൽ നന്ദി. താങ്ക് യു ആൾ. ഓക്കെ, താങ്ക് യു ബഷീർ സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വൈഡായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസോ ഷെയർ ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ഫസ്റ്റ്ലി ആരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ആൾ. ഓക്കെ. ഞാനും ഇതായത് സാറ് കഴിഞ്ഞ മാസം ഈ പുസ്തകം വാങ്ങിയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ലോ അട്രാക്ഷൻ വർക്ക് ചെയ്താണെന്ന് അറിയില്ല. ഞാൻ അടുത്തതായിട്ട് വാങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചൊരു ബുക്കായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു രത്നചുരുക്കം ഇത്ര ചെറിയൊരു സമയത്തിനുള്ളിൽ ആ ഒരു ബുക്ക് വായിച്ച ഫീലിംഗ് തന്നെ കിട്ടിയ. പക്ഷെ സാർ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ടാണ് വളരെ സന്തോഷം. കാരണം ചെറിയ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും വലിയ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ചെറിയൊരു ബുക്കാണ് ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഉൾക്കാമ്പ് എത്രത്തോളം നമുക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് ഇപ്പോൾ മനസ്സിലായി. സാറിൻ്റെ ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നാടൻ ശൈലിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ആ ഒരു ഭാഷയിൽ അതിൻ്റെ കണ്ടന്റ് വളരെ ക്ലിയറായിട്ട് മനസ്സിലായി. ഒരു അത്ഭുതപ്പെടുത്തിയ ഒരു ക്ലാസ് ആയിരുന്നു. കാരണം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് അതിൻ്റെ രത്നം ചുരുക്കം കറക്റ്റായിട്ട് കിട്ടി. ആ ബുക്ക് വായിച്ച അതേ ഫീലിങ്. താങ്ക് യു ബഷീർ സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു നൗഫൽ സർ. ദെൻ നെക്സ്റ്റ് ആണ് സംസാരിക്കുന്നത്. എന്താ സംസാരിക്കാൻ ഒരു മടി എല്ലാവർക്കും. മണി സർ. പിന്നെ ബഷീർ സാറേ പിന്നെ ആ പുസ്തകം റിവ്യൂ ചെയ്തതല്ല, വായിച്ചതല്ല, പുസ്തകത്തിന്റെ ഉള്ളിലുള്ള രഹസ്യം പറഞ്ഞതാണ് അല്ലേ? ഒരു പുസ്തകം മൊത്തം വായിച്ചാൽ എന്താണ് നമുക്ക് കിട്ടുക, ആ അറിവാണ് ബഷീർ സാറ് പ്രസന്റ് ചെയ്തത്. എന്തായാലും നന്നായിട്ടുണ്ട് ബഷീർ സാറ്. കാരണം നമ്മൾ ഈ ചില ഒരു വരി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കാലിൽ നിന്നിട്ട് ഒരു കത്തം മോദിയെ പറഞ്ഞത്. എന്നവർക്ക് ഒരു ചെറിയ നിമിഷം കൊണ്ട് ഒരു പുസ്തകം മൊത്തം വായിച്ചു കഴിഞ്ഞു. എന്തായാലും നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു റസാഖ് സർ. ഷാജൻ സർ. ഓക്കെ, മണി സർ പറഞ്ഞോളൂ. മജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു പ്രസന്റേഷൻ ആണ്. വളരെ ലളിതമായിട്ട്, സിമ്പിളായിട്ട്, വളരെ മനോഹരമായിട്ട് ഒരു 700 പേജുള്ള ഒരു ബുക്ക് ഇത്രയും ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് അതിൻ്റെ കണ്ടന്റ് രത്നചുരുക്കം ശരിക്കും നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ്. ശരിക്കും പറഞ്ഞാൽ രത്തൻ താത്തയൊക്കെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന പോലെ തന്നെ നമ്മൾ തോന്നുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയൊരു മനുഷ്യന്, പ്രത്യേകിച്ച് ഒരു ഇന്ത്യക്കാരന്, ഒരു ഇൻഡസ്ട്രിയലിസ്റ്റും അതേമാതിരി സാമൂഹിക പരിഷ്കർത്താവും ഒക്കെ ആയിട്ടുള്ള എത്രയോ വലിയൊരു വ്യക്തിനെ നമ്മളിലേക്ക് എത്തിച്ചു തന്നതിന് വളരെയധികം നന്ദി പറയാം. അപ്പം സ്വന്തം സ്ഥാപനത്തിൽ അവരെ അംഗങ്ങൾക്കും അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും നാട്ടുകാർക്കും മുഴുവൻ തന്നെ വളരെയധികം ഉപകാരപ്രദമായിട്ട്, ആരോഗ്യപരമായിട്ടൊക്കെ, ഹെൽത്തിനും ഒക്കെ, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, അങ്ങനെ ഭക്ഷണം, ഇതൊക്കെ സ്ഥാപനത്തിൻ്റെ ലാഭത്തിൻ്റെ ഒരു 60% കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെച്ചാൽ അത്രയും മഹാനായ ഒരു വ്യക്തിനെ കാണാൻ തന്നെ പ്രയാസമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിനെ നമ്മളെ മുന്നിലേക്ക് എത്തിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇത്രയും നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ, നമുക്ക് ഒരു ആരാധ്യനായിട്ടുള്ള ഒരു വ്യക്തി,
ആ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ എഡ്യൂക്കേഷൻ ജനനം മുതൽ എഡ്യൂക്കേഷൻ മുതൽ അതുപോലെ തന്നെ മരണം വരെയുള്ള കാര്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിലൂടെ നമ്മളിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി പറയാണ്. അതപ്പോൾ നല്ല ഒരു അവതരണമായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി. ഓക്കെ, താങ്ക് യു മണി സർ. ഷാജൻ സർ. മാജിക് മോർണിംഗ്. ബഷീർ സാറുടെ ക്ലാസ് വളരെ രസകരമായിട്ട്, അതായത് ഞങ്ങളൊക്കെ പണ്ടൊക്കെ സിനിമയ്ക്കൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫീലോട് കൂടിയിട്ട് തന്നെ അത്രയും മനോഹരമായിട്ട് ഒരു വേദിയിൽ പറയുന്ന പോലെയല്ല, ശരിക്ക് ഒരു കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തു. വളരെ നല്ലൊരു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. ഇത്രയും ഒരു വ്യവസായം എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാണ്, മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് വിജയിക്കുന്ന ഒരു ഇതാണെന്നാണ് പൊതുവെ ഒരു ധാരണ. പക്ഷെ രത്തൻ ടാറ്റ പോലുള്ള ആളുകളാണ് നമുക്ക് വ്യവസായത്തിലൂടെ നമുക്ക് നമ്മുടെ നാടിന് നന്മ ഉണ്ടാക്കി കൊടുക്കാമെന്നും, അതേപോലെ തന്നെ നമ്മുടെ ജോലിക്കാര് എന്ന് പറയുന്നത് സ്വന്തം വീട്ടുകാരെ പോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ ആ ജോലി നടക്കുന്ന ആ സ്ഥലവും അതെ നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു വ്യവസായം കൊണ്ട് സാധിക്കുന്നുള്ളതൊക്കെ തെളിയിച്ചിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ തന്നെയാണ് നമ്മൾ കണ്ടും കേട്ടും പഠിക്കേണ്ടതും. അവരെ തന്നെ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ നാടിന്റെ വികസനത്തിനൊക്കെ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ. വ്യവസായം എന്ന് പറയുമ്പോൾ ഞാനൊക്കെ പണ്ട് ജോലിക്ക് പോയിരുന്ന സമയത്ത് എറണാകുളത്തുള്ള ഒരു സാറ് അമേരിക്കയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സാറ് നമ്മുടെ നാട്ടിൽ വന്നിട്ടൊരു സ്ഥാപനം തുടങ്ങിയപ്പോ അത് പൂട്ടി പോകേണ്ട ഒരു അവസ്ഥ വന്നു. അതായത് വ്യവസായം എന്ന് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും കോടികളും അവർക്ക് ഓരോ സൈഡ് കൂടെ കൊടുത്തെങ്കിൽ മാത്രമാണ് വിജയിച്ചു വരുള്ളൂ. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ പിടിച്ചു നിൽക്കുന്നവർക്ക് എന്നും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം കൂടിയിട്ട് സാറിന് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. വളരെയധികം നല്ലൊരു ടോപ്പിക്കാണ് സാർ എടുത്തത്. ഇനിയും സാറിന്റെ ബുക്കുകൾ വായിച്ചിട്ടുള്ള ഈ അറിവുകളൊക്കെ ഞങ്ങൾക്ക് ഇനിയും പുതിയ പുതിയ ടോപ്പിക്കുകളിലൂടെ തരണം. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന സാർ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു ബുക്ക് വായിച്ച ഒരു ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ബഷീർ സാർ. താങ്ക് യു സാർ. നല്ലൊരു പ്രതിഭ, എന്നും എത്ര പ്രാവശ്യം പറഞ്ഞാലും മതി വരാത്ത ഒരു പ്രതിഭ തന്നെയാണ് രത്തൻ ടാറ്റ. വളരെ നന്നായിട്ട് വിവരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ആ ചെറിയ മിനിറ്റിനുള്ളിൽ അറിയിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. താങ്ക് യു മൂർത്തി സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു കൃഷ്ണമൂർത്തി സർ. ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നേ? ഞാൻ പറഞ്ഞോട്ടെ. ഹലോ. ഓക്കെ, ഹലോ. ഞാൻ വിൻസെന്റ്. ഓക്കെ സർ. സ്വരം അത്ര ശരിയല്ല എൻ്റെ, അതുകൊണ്ട് സംസാരിക്കാണ്ടിരിക്കണേ. ഈ ടാറ്റ സാറിനെ കുറിച്ച് പറയുമ്പോൾ രത്തൻ ടാറ്റ സാറിനെ കുറിച്ച് പറഞ്ഞ ഞാൻ ടാറ്റ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്ന ആള്. അതുകൊണ്ട് തന്നെ എനിക്ക് മൗനമായിട്ടിരിക്കാൻ പറ്റില്ല. 40 കൊല്ലം ജംഷഡ്പൂർ ടാറ്റ സ്റ്റീലിൽ ജോലി ചെയ്ത ആളാണ് ഞാൻ. ഈ ജംഷഡ്പൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് ജംഷഡ്പൂർ എന്നുള്ള പേര് തന്നെ വന്നത് ഈ രത്തൻ ടാറ്റയുടെ ഒക്കെ ഗ്രാൻഡ് ഫാദർ, അതായത് JN ടാറ്റ, ജംഷഡ്ജി നവറോജി ടാറ്റയാണ് ഈ ടാറ്റ സ്റ്റീൽ രൂപീകരിച്ച ആള്. അന്ന് ഈ ബീഹാർ സൈഡിലുള്ള മൈൻസ് ഏരിയ കണ്ടിട്ട് അവിടെ നിന്ന് മൈൻസ് അയൺ ഓറൊക്കെ നമുക്ക് അവിടെ മൈനിങ് ചെയ്തിട്ട് എടുക്കാമെന്നുള്ള ഇതിൽ അദ്ദേഹമാണ് ആ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഈ ഒരു ടാറ്റ സ്റ്റീലിൻ്റെ കമ്പനി രൂപീകരണമായിട്ട് ആദ്യമായിട്ട് പ്ലാൻ ഇട്ടത്. പക്ഷേ ഈ ടാറ്റ സ്റ്റീൽ 1905 ആരംഭിച്ചത്. അതിന് മുമ്പായിട്ട് JN ടാറ്റ സാറ് മരിച്ചുപോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ജംഷഡ്പൂർ എന്നുള്ള സിറ്റി വന്നതും ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ടാറ്റ നഗർ എന്നുള്ള സ്റ്റേഷൻ്റെ പേര് വന്നത്. നമുക്കിപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ജംഷഡ്പൂർ നല്ല ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ടാറ്റ നഗറിലേക്കാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ജംഷഡ്പൂരിലേക്ക് പോകുമ്പോൾ ടാറ്റ നഗർ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ ബഷീർ സാർ പറഞ്ഞതുപോലെ നമ്മളുടെ ഇന്ത്യൻ ഫാക്ടറീസ് ആക്ട് ഉണ്ട് 1948. 1948 ഫാക്ടറീസ് ആക്ട് തപ്പിന് മുമ്പായിട്ട് അന്നാണ് കുറേ വെൽഫെയർ മെഷേഴ്സ്. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് 8 hours ഡ്യൂട്ടി, റെസ്റ്റ് റൂം വേണം, വെള്ളത്തിൻ്റെ ഫെസിലിറ്റി വേണം. ഇതെല്ലാം വന്നത് 1948 ഫാക്ടറീസ് ആക്ടിലാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ ടാറ്റ സ്റ്റീൽ ഈ പറഞ്ഞ വെൽഫെയർ മെഷേഴ്സ് എല്ലാം ഗവൺമെന്റിന്റെ ഒന്നും ഇത് കൂടാതെ, എന്നുവെച്ചാൽ ഗവൺമെന്റിന്റെ നിർബന്ധമായിട്ട് എല്ലാ ഫാക്ടറീസിലും പ്രായോഗിക ആക്കണം എന്ന് പറഞ്ഞാലുള്ള അതിന് മുമ്പായിട്ട് തന്നെ സ്വന്തം ഫാക്ടറിയിൽ
സ്വന്തം ടാറ്റ കമ്പനികളിൽ അദ്ദേഹം ഇതെല്ലാം നടപ്പാക്കിയതെന്നാണ്. അന്ന് സ്ത്രീകൾക്ക് പ്രത്യേകം റെസ്റ്റ് റൂം, എല്ലാ വർക്കേഴ്സിനുള്ള റെസ്റ്റ് റൂം, അവർക്കുള്ള എന്താ പറയുക ടോയ്ലറ്റ്സ്, വാട്ടർ ഫെസിലിറ്റീസ്, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി, നല്ലൊരു ടൗൺഷിപ്പ്, എല്ലാ ടാറ്റ കമ്പനികളിലും അതിൻ്റെ കൂടെ തന്നെ ടൗൺഷിപ്പ് ഉണ്ട്. ഞാനൊക്കെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. കമ്പനി ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത് കൊണ്ട് എപ്പോഴും ഏത് കാര്യത്തിനും നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വീട്ടിൽ വരില്ല. അപ്പൊ ഇപ്പൊ പിന്നെ നാട്ടിലേക്ക് വന്നപ്പോഴാണ് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഞാൻ അറിയുന്നത്. ഞാൻ അന്നത് അറിഞ്ഞിട്ടില്ല. ഈ 40 കൊല്ലം അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു വീട് മേടിക്കണം എന്നുള്ള ചിന്ത പോലും എനിക്ക് വന്നിട്ടില്ല. റിട്ടയർ ആവുന്ന സമയത്താണ് ഞാൻ വന്നത് വീട് മേടിച്ചതും താമസിക്കാൻ തുടങ്ങിയതും. ആ സമയത്താണ് ഇലക്ട്രിസിറ്റി ബുദ്ധിമുട്ടും വാട്ടർ ബുദ്ധിമുട്ടും റോഡിന് ബുദ്ധിമുട്ടും അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടേണ്ടി വന്ന ആ സമയത്താണ്. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ ജയൻ ടാറ്റയുടെ കാലത്തിന് ശേഷം വന്നിട്ടുള്ള ആളാണ് ജെ.ആർ.ഡി. ടാറ്റ. ജെ.ആർ.ഡി. ടാറ്റ ഫസ്റ്റ് ഈ ഒരു പൈലറ്റ് ആയിരുന്നു. ഇന്ത്യയിൽ നിന്ന് കറാച്ചിയിലേക്കുള്ള ആദ്യമായിട്ട് വിമാനം ഓടിച്ചിട്ടുള്ള ആളാണ് ജെ.ആർ.ഡി. ടാറ്റ. അത് കഴിഞ്ഞിട്ടാണ് രത്തൻ ടാറ്റ വന്നത്. ഈ ഇവരെല്ലാവരും ഓരോ പ്രതിഭകളാണ്. നമ്മൾ ബഷീർ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്പിച്ച് നിൽക്കേണ്ട ആൾക്കാരാണ്. മണി സാറും പറഞ്ഞു അത് ഇങ്ങനെയുള്ള ഒരു പ്രതിഭകളെ പരിചയപ്പെടുത്തി തന്നതിൽ വളരെ നന്ദിയുണ്ട്. സത്യമാണ്. അവരെ കാണാൻ കഴിഞ്ഞതിലെ ഒരു ഭാഗ്യമുള്ള ആളാണ് ഞാൻ. ഈ ജയൻ ടാറ്റയും അതായത് രത്തൻ ടാറ്റയും. ജയൻ ടാറ്റ കണ്ടിട്ടില്ല, അതൊരു വളരെ മുമ്പത്തെ ആളാണ്. പക്ഷേ ജയൻ ടാറ്റ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്, രത്തൻ ടാറ്റയും കാണാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ കൊല്ലവും മാർച്ച് മാസം 3-ാം തീയതി ജംഷഡ്പൂരില് ഫൗണ്ടേഴ്സ് ഡേ എന്നുള്ള പേരിൽ ഒരു ഇത് ആഘോഷിക്കുന്നുണ്ട്. ഫൗണ്ടേഴ്സ് ഡേ, അതായത് ജയൻ ടാറ്റയുടെ ജന്മദിനമാണ്. അദ്ദേഹമാണ് ഫൗണ്ടർ. ആ ഫൗണ്ടേഴ്സ് ഡേ ആഘോഷിക്കുന്നുണ്ട് എല്ലാ കൊല്ലവും മാർച്ച് 3-ന്. വളരെ വിപുലമായ ഒരു ആഘോഷമാണ്. ചില നമ്മളിവിടെ ഓണത്തിനും ദീപാവലിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്സവം നടക്കുന്ന സമയത്തൊക്കെ നടക്കുന്ന ഈ ലൈറ്റുകളുടെ അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ ആ ജംഷഡ്പൂർ സിറ്റി മുഴുവൻ ലൈറ്റുകളാൽ അലങ്കരിച്ചിട്ടുണ്ടാവും. അവിടെ ഒരു പാർക്കുണ്ട്, ആ പാർക്കിൻ്റെ ഉള്ളിൽ വിവിധ തരത്തിലുള്ള ലൈറ്റൊക്കെ അറേഞ്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ അത് ചില വലിയൊരു ഉത്സവം നടക്കുന്ന പോലെയാണ്. എല്ലാ കമ്പനികളിൽ നിന്നും അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ഓരോ ഫ്ലോട്ട് ആ കമ്പനിയുടെ ചില ഈ നമ്മൾ റിപ്പബ്ലിക് ഡേക്കൊക്കെ നമുക്കില്ലേ ഓരോ സ്റ്റേറ്റിൻ്റെ ഒക്കെ ആയിട്ട് ഓരോ ഫ്ലോട്ട്സ് വരുന്നത്, അതുപോലെ തന്നെ ഈ 3-ാം തീയതി മാർച്ച് 3-ാം തീയതി ഈ വക കാര്യങ്ങൾ നടക്കും. ഇതെല്ലാം അവിടെ താമസിച്ച് ഇത് അനുഭവിച്ച് ടാറ്റ കമ്പനിയിൽ ജോലി ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് വളരെ വളരെ അഭിമാനമുണ്ട്. പക്ഷേ സാർ ഇത് അവതരിച്ചപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, ശരിക്കും രോമാഞ്ചാവാന്ന് പറയില്ലേ, അതുപോലെ ആയിപ്പോയി. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു വിൻസെന്റ്, താങ്ക് യു സോ മച്ച്. ദെൻ ഇതുപോലെ ഇനി എന്തെങ്കിലും വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേറെ ആർക്കും ഷെയർ ചെയ്യാനുണ്ടോ? സാർ ഒരു കാര്യം പറയാൻ ഓക്കെ, സാറ് പറഞ്ഞു വന്നൂടാ. ഈ നാനോ കാറ് ഉണ്ടാക്കിയത് രത്തൻ ടാറ്റയാണ്. അപ്പൊ അദ്ദേഹം ഒരിക്കൽ പോകുമ്പോൾ വഴിയിൽ കൂടെ സന്ദേശിച്ചു, ഒരു സ്കൂട്ടറിൽ ഹസ്ബൻഡ്, വൈഫ്, 3 കുട്ടികളെയും കൊണ്ട് പോണത് കണ്ടപ്പോൾ 2-3 കുട്ടികളായ സ്കൂട്ടർ അവിടെ ജംഷഡ്പൂർ പതിവാണത്. ഈ സ്കൂട്ടറിൽ കുടുംബം മുഴുവൻ ഒരു കുടുംബം ഇതിൽ പോവാം. അപ്പൊ അത് കണ്ടപ്പോൾ അദ്ദേഹം തോന്നി, ഇത് ഇത്രയും വിഷമിച്ച ഈ സ്കൂട്ടർ പോകുന്നവർക്ക് എന്തുകൊണ്ട് ആ പൈസയ്ക്ക് തന്നെ ഒരു കാറ് മേടിച്ചു കൊടുത്തോളാം. അങ്ങനെ 1 ലക്ഷം രൂപയാണ് ഫസ്റ്റ് നാനോ കാർ ആദ്യമായിട്ട് ഇറക്കിയ സമയത്ത് അതിന്റെ വില 1 ലക്ഷം രൂപയ്ക്ക് നാനോ കാർ ഇറക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ഉണ്ടാക്കി. അങ്ങനെ നാനോ കാർ ആദ്യമായിട്ട് പുറത്തേക്ക് വന്നത്. അവരുടെ സ്ത്രീകൾക്ക് സ്കൂട്ടർ അവർക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് അവർക്ക് 2 വീലർ അലവൻസ് കൊടുക്കാൻ തുടങ്ങി. അലവൻസ് കൊടുക്കുന്ന സമയത്ത് അവർ ഓടിക്കില്ല. കുറെ സ്ത്രീകളൊക്കെ പഠിച്ചു സ്കൂട്ടർ ഓടിക്കാനായിട്ട്, 2 വീലർ ഓടിക്കാനായിട്ട്. പക്ഷെ ഇദ്ദേഹം ഇത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ എൻ്റെ വൈഫ് ജോലി ചെയ്യുകയാണെങ്കിൽ വൈഫ് ഓടിക്കുന്നു, ഞാനാ ഓടിക്കണം. ഞാൻ ഓടിച്ച് അവിടെ കൊണ്ട് ആക്കിയിട്ട് അവരെ കൊണ്ടാക്കി തിരിച്ചു വരും. അപ്പൊ അതിന് അലവൻസ് കൊടുത്തിരുന്നു. ഈ സ്കൂട്ടർ മേടിച്ച ആൾക്കാർക്ക് സ്കൂട്ടറിന്റെ പേരിൽ പെട്രോൾ അലവൻസ് കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെ പല 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 ആനുകൂല്യങ്ങൾ തന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. രത്തൻ ടാറ്റയെ മാത്രത്തിൽ ഞാൻ പറയില്ല, ആ ടാറ്റ കമ്പനിയുടെ കൾച്ചറാണത്, തുടക്കം മുതലുള്ള കൾച്ചറാണ്. അത് രത്തൻ ടാറ്റ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പേരിട്ട് നിൽക്കുന്നത്
അദ്ദേഹത്തിന്റെ മാനസികമായ സാമൂഹികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ അദ്ദേഹം നടത്തി. അതുകൊണ്ടാണ് അദ്ദേഹം ഇവരിൽ നിന്നെല്ലാം കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ളത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ദെൻ വേറെ ഡൗട്ട്സോ കാര്യം എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടോ? നമുക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്തവര് ഇനിയും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ? സഫ്വാന ഷെയിംസ് ചെയ്തിട്ടുണ്ടോ? ഹലോ, ക്ലിയർ ആയില്ല മാം? കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ഇപ്പൊ പറഞ്ഞോളൂ. എൻ്റെ പേര് സഫാന, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ഞാൻ ഓക്കെ സക്സസ് കോച്ചാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. താങ്ക് യു. ഓക്കെ, ബഷീർ സർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ബി മാജിക്കിലെ മെമ്പേഴ്സിന് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിവേ, നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശരി, താങ്ക് യു സോ മച്ച്. മോളെ പുതിയ ആള് അനുവിനെ ഒന്ന് വിളിച്ചു. ഓക്കെ, മാം കേൾക്കാവുന്നുണ്ടോ? ഹലോ ഹലോ, കേൾക്കാം. ഞാൻ അനു, കോഴിക്കോടാണ്. ഓക്കെ ഹൗസ് വൈഫാണ്. ഓക്കെ, ബി.എഡ് കഴിഞ്ഞാണ്, വർക്ക് ചെയ്യുന്നില്ല അപ്പം. ഓക്കെ, ശരി. എത്ര ഡേയ്സ് ആയിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ട്? 3ാമത്തെ ദിവസമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. താങ്ക് യു. ശരി, ചെയ്യാം. എനിവേ, താങ്ക് യു സോ മച്ച് ടു ആൾ. താങ്ക് യു. താങ്ക് യു.